ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു കല്ലുമ്മക്കായ് ഫ്രൈ ഉണ്ടാക്കിയാലോ. കണ്ണൂർ തൊട്ട് കോഴിക്കോട് വരെയുള്ളവർക്ക് വളരെ പ്രിയപ്പെട്ട സാധനമാണ് കല്ലുമ്മക്കായ് കേട്ടോ. കല്ലുമ്മക്കായ്ക്ക് കടുക്കാന്നും പറയും ചിലർ, ഇംഗ്ലീഷിൽ മസിൽസ് പറയും. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഒരു ഡ്രൈ ഫ്രൈ ആക്കാമെന്ന് നോക്കാം. ആദ്യം കല്ലുമ്മക്കായ് 1 കിലോ കല്ലുമ്മക്കായ് എടുത്തിട്ടുണ്ട്. അതിനെ വളരെ വൃത്തിയായി കഴുകണം കേട്ടോ. എന്നുവെച്ചാൽ കാണാൻ വളരെ സുന്ദരനാണ്, നല്ല മയിൽപ്പീലിയൊക്കെ പോലെയാണ് അതിൻ്റെ കളറെല്ലാം. അതിൻ്റെ ഷെല്ല് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വേരുമാരത്ത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഒരു 5-10 വെള്ളത്തിൽ നന്നായിട്ട് കുലുക്കി കഴുകണം കേട്ടോ. എന്നാലേ അതിൻ്റെ മണ്ണും പൊടിയൊക്കെ പോവുള്ളൂ. വളരെ ക്ലീനാക്കി എടുക്കണം, അല്ലെങ്കിൽ വയറ് പ്രശ്നം വരും. എന്നിട്ട് നമ്മൾ അത് ഒന്ന് ആവിക്കല്ല ചട്ടിയിലിട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ചിലർ വെള്ളം ഒഴിച്ചിട്ടും ചെയ്യും. ഞാനിതിപ്പോൾ കുലുക്കി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തീ കത്തിച്ച് കുലുക്കി വേവിക്കുകയാണ് ചെയ്യുന്നത്. എന്നാലേ അത് തുറന്ന് വരുള്ളൂ. ചിലരിത് പച്ചയിൽ തന്നെ തുറന്ന് ഫ്ലഷ് എടുക്കും, പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല ടേസ്റ്റായിരിക്കും. ഇതാകുമ്പോൾ എളുപ്പമായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതേപോലെ തുറന്ന് വരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മസിൽ മീറ്റ് എന്നതിന് പറയാം, ഇറച്ചി എടുത്തിട്ട് നമ്മളതിൻ്റെ ചെളി ഉണ്ടാവും അത് കട്ട് ചെയ്ത് കളയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നന്നായി കഴുകിയിട്ട് വേണം അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത്, വേണമെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇടാം. അതിടാതെയാണ് എനിക്കിഷ്ടം. എന്നിട്ടത് ഫ്രൈ ചെയ്തെടുക്കും. കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്താൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട. വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം, പക്ഷേ എന്നാലും അതിനേക്കാളും ടേസ്റ്റ് അത് പൊരിയാൻ മാത്രമുള്ള എണ്ണ ചേർത്ത് ഫ്രൈ ചെയ്യുന്നതാണ്. വളരെ ടേസ്റ്റിയായ കല്ലുമ്മക്കായ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ വേണമെങ്കിൽ കുറച്ച് പച്ച ഉള്ളി ചെറുതായി മുറിച്ചതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാം, ഒരു ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.